നമസ്തേ. കേരളത്തിലെ ഹോട്ടലുകൾ വീണ്ടും അടയുമോ? നിർമ്മാണ മേഖല സ്തംഭിക്കുമോ? ലക്ഷക്കണക്കിന് അന്യസംസ്ഥാന തൊഴിലാളികൾ ഒരുമിച്ച് കേരളം വിട്ടാൽ സംസ്ഥാനത്തിന്റെ സമ്പദ് വ്യവസ്ഥയ്ക്ക് എന്ത് സംഭവിക്കും? പശ്ചിമ ബംഗാളിൽ നിന്ന് വന്ന പുതിയ പ്രഖ്യാപനം കേരളത്തിൽ വലിയ ആശങ്കയ്ക്ക് കാരണമായിരിക്കുകയാണ്. തൊഴിലാളികളെ നാട്ടിലേക്ക് മടങ്ങാൻ ആഹ്വാനം ചെയ്തതോടൊപ്പം ആകർഷകമായ തൊഴിൽ വാഗ്ദാനങ്ങളും ക്ഷേമ പദ്ധതികളും പ്രഖ്യാപിച്ചതായാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. ഈ നീക്കം കേരളത്തെ എങ്ങനെ ബാധിക്കും? വിശദമായിട്ട് നോക്കാം. കേരളത്തിന്റെ സമ്പദ് വ്യവസ്ഥയിൽ നിർണായക പങ്കുവഹിക്കുന്ന അന്യസംസ്ഥാന തൊഴിലാളികളുമായി ബന്ധപ്പെട്ട ഒരു പുതിയ ചർച്ചയാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത്. പ്രത്യേകിച്ച് പശ്ചിമ ബംഗാളിൽ നിന്നുള്ള തൊഴിലാളികൾക്ക് സ്വന്തം സംസ്ഥാനത്തേക്ക് മടങ്ങി വരാൻ ആഹ്വാനം ചെയ്തതും അവർക്കായി നിരവധി തൊഴിൽ ക്ഷേമ പദ്ധതികൾ പ്രഖ്യാപിച്ചതുമാണ് കേരളത്തിലെ വ്യവസായ, നിർമ്മാണ, ഹോട്ടൽ മേഖലകളിൽ ആശങ്ക ഉയർത്തുന്നത്. ഇത് വെറും രാഷ്ട്രീയ പ്രഖ്യാപനമാണോ? അല്ലെങ്കിൽ കേരളത്തിന്റെ തൊഴിൽ വിപണിയെ നേരിട്ട് ബാധിക്കാൻ സാധ്യതയുള്ള ഒരു സംഭവ വികാസമാണോ? കേരളത്തിലെ ഹോട്ടലുകളും നിർമ്മാണ മേഖലകളും ഫാക്ടറികളും വീണ്ടും വലിയൊരു പ്രതിസന്ധിയിലേക്ക് നീങ്ങുന്നു എന്ന സൂചനയാണ് ഈ ഒരു വാർത്ത പുറത്തു വന്നതിന് ശേഷം നമുക്ക് മനസ്സിലാവുന്നതല്ല, ഒരു യാഥാർത്ഥ്യത്തിലേക്ക് വിരൽ ചൂണ്ടുന്നത്. അന്യസംസ്ഥാന തൊഴിലാളികളെ, പ്രത്യേകിച്ച് ബംഗാളികളെ പൂർണ്ണമായും ആശ്രയിച്ച് മുന്നോട്ടു പോകുന്ന കേരളത്തിന്റെ സമ്പദ് വ്യവസ്ഥയ്ക്ക് കനത്ത പ്രഹരം നൽകിക്കൊണ്ടാണ് പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രി സുവേന്ദു അധികാരിയുടെ പുതിയ പ്രഖ്യാപനം വന്നിരിക്കുന്നത്. കേരളം ഉൾപ്പെടെയുള്ള ഇതര സംസ്ഥാനങ്ങളിൽ തൊഴിലെടുക്കുന്ന ബംഗാളികളോട് അടിയന്തരമായി നാട്ടിലേക്ക് മടങ്ങാനാണ് അദ്ദേഹം അഭ്യർത്ഥിച്ചിരിക്കുന്നത്. വെറുമൊരു അഭ്യർത്ഥന മാത്രമല്ല, വമ്പൻ ഓഫറുകളാണ് മടങ്ങി വരുന്നവർക്കായി ബംഗാൾ സർക്കാർ കാത്തുവച്ചിരിക്കുന്നത്. നാട്ടിലേക്ക് മടങ്ങുന്ന തൊഴിലാളികൾക്ക് അടിയന്തരമായി തൊഴിൽ കാർഡുകൾ നൽകുമെന്നും 125 ദിവസത്തെ തൊഴിൽ ഉറപ്പാക്കുമെന്നുമാണ് സുവേന്ദു അധികാരിയുടെ പ്രധാന വാഗ്ദാനം. തൊഴിലിനു പുറമെ മറ്റ് ആനുകൂല്യങ്ങളും മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചിട്ടുണ്ട്. കേന്ദ്ര സർക്കാരിന്റെ സൗജന്യ റേഷൻ പദ്ധതി ഉറപ്പാക്കുന്നതിനൊപ്പം ആയുഷ്മാൻ ഭാരത് പദ്ധതിയിൽ ഉൾപ്പെടാത്തവർക്ക് മുഖ്യമന്ത്രിയുടെ പ്രത്യേക ഹെൽത്ത് ഇൻഷുറൻസ് സ്കീം വഴി ആരോഗ്യ പരിരക്ഷയും നൽകും. അടച്ചുപൂട്ടിക്കിടക്കുന്ന 25ഓളം തേയിലത്തോട്ടങ്ങളിൽ 12 എണ്ണം 2 മാസത്തിനകം തുറക്കുമെന്നും പ്രമുഖ ബ്രാൻഡായ അമുൽ ബംഗാളിൽ വലിയൊരു ഐസ്ക്രീം പ്ലാന്റ് ഉടൻ സ്ഥാപിക്കുമെന്നും പ്രഖ്യാപനമുണ്ട്. നാട്ടിൽ തിരിച്ചെത്തിയാൽ ആർക്കും പട്ടിണി കിടക്കേണ്ടി വരില്ലെന്നും സംസ്ഥാനത്ത് ഒരു ബുദ്ധിമുട്ടും നേരിടേണ്ടി വരില്ലെന്നുമാണ് അദ്ദേഹം നൽകുന്ന ഉറപ്പ്. ഈ വാഗ്ദാനങ്ങൾ സ്വീകരിച്ചുകൊണ്ട് തൊഴിലാളികൾ കൂട്ടത്തോടെ വണ്ടി കയറിയാൽ അത് കേരളത്തെ സംബന്ധിച്ച് താങ്ങാനാവുന്നതിലും അപ്പുറമായിരിക്കും. മുൻപ് ബംഗാളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്ന സമയത്ത് തൊഴിലാളികൾ കൂട്ടത്തോടെ മടങ്ങിയപ്പോൾ കേരളത്തിലെ ഹോട്ടൽ, നിർമ്മാണ മേഖലകൾ അക്ഷരാർത്ഥത്തിൽ നിശ്ചലമായ അവസ്ഥയിലായിരുന്നു. കേരളത്തിൽ ആകെയുള്ള 1 ലക്ഷത്തോളം വരുന്ന അംഗീകൃത റെസ്റ്റോറന്റുകളിൽ 90% പ്രവർത്തിക്കുന്നത് ഇതര സംസ്ഥാന തൊഴിലാളികളെ ആശ്രയിച്ചാണ്. തൊഴിലാളി ക്ഷാമം രൂക്ഷമായതോടെ അന്ന് പല ഹോട്ടലുകളും അടച്ചിടേണ്ടി വന്നിരുന്നു. സമാനമായ ഒരു സാഹചര്യം വീണ്ടും ആവർത്തിക്കപ്പെടുമെന്നതാണ് നിലവിലെ വലിയൊരു ആശങ്ക. 2024 സംസ്ഥാന പ്ലാനിംഗ് ബോർഡിന്റെ റിപ്പോർട്ട് പ്രകാരം കേരളത്തിൽ 31 ലക്ഷം ഇതര സംസ്ഥാന തൊഴിലാളികൾ ഉണ്ടെന്നാണ് കണക്ക്. ഗുലാത്തി ഇൻസ്റ്റിറ്റ്യൂട്ട് ഇത് 25 ലക്ഷം എന്ന് പറയുന്നുണ്ടെങ്കിലും അനൌദ്യോഗിക കണക്കുകൾ പ്രകാരം തൊഴിലാളികളുടെ എണ്ണം 40 ലക്ഷത്തിന് മുകളിലാണ്. ഇതിൽ പകുതിയിലധികവും വരുന്നത് ബംഗാളിൽ നിന്നാണ്. തൊഴിൽ മേഖലയിൽ മാത്രമല്ല, കേരളത്തിന്റെ പ്രാദേശിക വിപണിയെ താങ്ങി നിർത്തുന്നതിലും ഇവർക്ക് നിർണായക പങ്കുണ്ട്. പ്രതിവർഷം ഏകദേശം 60,000 കോടി രൂപയാണ് ഇവർ കേരളത്തിൽ നിന്നും സമ്പാദിക്കുന്നത്. ഇതിൽ 40,000 കോടി രൂപ സ്വന്തം നാടുകളിലേക്ക് അയക്കുമ്പോൾ ബാക്കി വരുന്ന 20,000 കോടി രൂപ കേരളത്തിലെ പ്രാദേശിക വിപണികളിലാണ് ഇവർ ചെലവഴിക്കുന്നത്. മലയാളി ഷോപ്പിങ്ങിനായി മാളുകളിലേക്കും ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിലേക്കും മാറിയപ്പോൾ ചെറുകിട കച്ചവടക്കാരുടെ പ്രധാന ആശ്രയം ഈ തൊഴിലാളികളാണ്. ബംഗാൾ മുഖ്യമന്ത്രിയുടെ അഭ്യർത്ഥന മാനിച്ച് ഭായിമാർ തിരിച്ചുപോയാൽ ഏറ്റവും അധികം പണി കിട്ടുക കേരളത്തിനായിരിക്കും. 100%. കേരളത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ അടിമുടി സാരമായി ബാധിക്കും. പശ്ചിമ ബംഗാളിൽ നിന്നുള്ള തൊഴിലാളികൾ കൂട്ടത്തോടെ സ്വന്തം നാട്ടിലേക്ക് മടങ്ങുന്ന സാഹചര്യം ഉണ്ടായാൽ അതിന്റെ ഏറ്റവും വലിയ ആഘാതം നേരിടുന്ന സംസ്ഥാനങ്ങളിൽ ഒന്നായിരിക്കും കേരളം. കാരണം കഴിഞ്ഞ 2 പതിറ്റാണ്ടിനിടെ കേരളത്തിന്റെ തൊഴിൽ മേഖലയിലും പ്രാദേശിക സമ്പദ് വ്യവസ്ഥയിലും അന്യസംസ്ഥാന തൊഴിലാളികൾ നിർണായക ഘടകമായി മാറിയിരിക്കുകയാണ്. ഹോട്ടലുകൾ, റെസ്റ്റോറന്റുകൾ, നിർമ്മാണ മേഖല, ഫാക്ടറികൾ, കൃഷി, മത്സ്യബന്ധന അനുബന്ധ മേഖല, ലോഡിംഗ്, അൺലോഡിംഗ്, ചരക്ക് ഗതാഗതം തുടങ്ങി നിരവധി മേഖലകൾ ഇന്ന് അവരെ ആശ്രയിച്ചാണ് പ്രവർത്തിക്കുന്നത്. അന്യസംസ്ഥാനക്കാർ നാട്ടിലേക്ക് കൂട്ടത്തോടെ മടങ്ങിയപ്പോൾ കേരളത്തിൽ ബീഫ് വിപണി കനത്ത തകർച്ച നേരിട്ടത് ഒരു ഉദാഹരണം മാത്രം. കേരളത്തിലെ പ്രാദേശിക തൊഴിലാളികളുടെ കുറവും ഉയർന്ന കൂലി നിരക്കും കാരണം പല സംസ്ഥാനങ്ങളും അന്യസംസ്ഥാന തൊഴിലാളികളെ ആശ്രയിക്കേണ്ട സാഹചര്യം ഉണ്ടായിട്ടുണ്ട്.
ഇവരിൽ വലിയൊരു വിഭാഗം പശ്ചിമ ബംഗാളിൽ നിന്നുള്ളവരാണ്. അതിനാൽ ഇവർ ഒരുമിച്ച് മടങ്ങിപ്പോയാൽ ആദ്യം പ്രതിസന്ധിയിലാകുക തൊഴിലാളികളെ നേരിട്ട് ആശ്രയിക്കുന്ന ഹോട്ടൽ, നിർമ്മാണ, വ്യവസായ മേഖലകളായിരിക്കും. ഈ തൊഴിലാളികളുടെ അഭാവം മൂലം നിർമ്മാണ പ്രവർത്തനങ്ങൾ മന്ദഗതിയിലാകാനും ഹോട്ടലുകളുടെ പ്രവർത്തനം തടസ്സപ്പെടാനും ചില സ്ഥാപനങ്ങൾ താൽക്കാലികമായി അടച്ചിടേണ്ട സാഹചര്യം വരെ ഉണ്ടാവാനും സാധ്യതയുണ്ട്. ഇത് തൊഴിൽ മേഖലയിൽ മാത്രം ഒതുങ്ങുന്ന പ്രശ്നമല്ല, കേരളത്തിന്റെ പ്രാദേശിക സമ്പദ് വ്യവസ്ഥയിലും വലിയ ആഘാതമുണ്ടാകും. അന്യസംസ്ഥാന തൊഴിലാളികൾ അവരുടെ വരുമാനത്തിന്റെ ഒരു ഭാഗം കേരളത്തിൽ തന്നെ ചെലവഴിക്കുന്നവരാണ്. വാടക, ഭക്ഷണം, വസ്ത്രങ്ങൾ, നിത്യോപയോഗ സാധനങ്ങൾ, ഗതാഗതം തുടങ്ങി നിരവധി മേഖലകളിൽ ഇവരുടെ ചെലവുകൾ പ്രാദേശിക വ്യാപാരത്തെ സജീവമാക്കുന്നു. ഈ ഉപഭോഗം കുറഞ്ഞാൽ ചെറുകിട വ്യാപാരികൾക്കും പ്രാദേശിക മാർക്കറ്റുകൾക്കും നേരിട്ട് തിരിച്ചടി നേരിടേണ്ടി വരും. ഇത്തരത്തിലുള്ളൊരു സാഹചര്യം വീണ്ടും ഉണ്ടായാൽ അതിന്റെ പ്രത്യാഘാതം കൂടുതൽ ഗുരുതരമാകുമെന്നാണ് വിവിധ മേഖലകളിലെ വിലയിരുത്തൽ. അതേസമയം ബംഗാളിൽ നിന്നുള്ള പ്രഖ്യാപനങ്ങൾ മാത്രം അടിസ്ഥാനമാക്കി തൊഴിലാളികൾ കൂട്ടത്തോടെ മടങ്ങുമെന്നുറപ്പിച്ച് പറയാൻ കഴിയില്ല. തൊഴിലവസരങ്ങൾ, വേതനം, ജീവിത സാഹചര്യങ്ങൾ, യഥാർത്ഥ നടപ്പാക്കൽ എന്നിവ ഉൾപ്പെടെ നിരവധി ഘടകങ്ങൾ തൊഴിലാളികളുടെ തീരുമാനത്തെ സ്വാധീനിക്കും. എന്നാൽ വലിയ തോതിൽ തൊഴിലാളികൾ മടങ്ങുന്ന സാഹചര്യം ഉണ്ടായാൽ അത് കേരളത്തിന്റെ തൊഴിൽ മേഖലയും പ്രാദേശിക സമ്പദ് വ്യവസ്ഥയും ഗണ്യമായി ബാധിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. പശ്ചിമ ബംഗാളിലെ വ്യവസായ വളർച്ചയും തൊഴിലവസരങ്ങൾ സംബന്ധിച്ച ചർച്ചകൾ വീണ്ടും ദേശീയ രാഷ്ട്രീയത്തിൽ ചർച്ച നേടുകയാണ്. ഇതിനോടൊപ്പം തന്നെ സംസ്ഥാനത്ത് വ്യവസായ നിക്ഷേപങ്ങൾ വർദ്ധിക്കുകയാണെന്നും അതിലൂടെ വലിയ തോതിൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടുകയാണെന്നും വിവിധ രാഷ്ട്രീയ നേതാക്കൾ അവകാശപ്പെടുന്നുണ്ട്. അതേസമയം വ്യവസായ നിക്ഷേപങ്ങളെ യഥാർത്ഥ ഫാക്ടറികളായും സ്ഥിരം തൊഴിലവസരങ്ങളായും മാറ്റുക എന്നതാണ് സംസ്ഥാന സർക്കാരുകൾ നേരിടുന്ന പ്രധാന വെല്ലുവിളി. സമീപ വർഷങ്ങളിൽ പശ്ചിമ ബംഗാൾ സർക്കാർ വ്യവസായ സൗഹൃദ നയങ്ങൾ നടപ്പിലാക്കുകയും നിക്ഷേപകരെ ആകർഷിക്കാൻ വിവിധ നടപടികൾ സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. വ്യവസായ പാർക്കുകൾ, ലോജിസ്റ്റിക്സ് വികസനം, റോഡ്, തുറമുഖ, അടിസ്ഥാന സൗകര്യങ്ങളുടെ മെച്ചപ്പെടുത്തൽ, MSME മേഖലയ്ക്ക് നൽകുന്ന പിന്തുണ എന്നിവ സംസ്ഥാനത്തിന്റെ വ്യവസായ സാധ്യതകൾ വർദ്ധിപ്പിക്കുന്ന ഘടകങ്ങളായി വിലയിരുത്തപ്പെടുന്നു. സംസ്ഥാനത്ത് IT, ലെതർ, ടെക്സ്റ്റൈൽ, ഭക്ഷ്യ സംസ്കരണം, പെട്രോ കെമിക്കൽസ്, എഞ്ചിനീയറിംഗ്, ലോജിസ്റ്റിക്സ് തുടങ്ങിയ മേഖലകളിൽ നിക്ഷേപ സാധ്യതകൾ വർദ്ധിച്ചതായി സർക്കാർ ചൂണ്ടിക്കാണിക്കുന്നു. നിരവധി ചെറുകിട ഇടത്തരം സംരംഭങ്ങൾ പ്രവർത്തനം വ്യാപിപ്പിച്ചതോടെ പ്രാദേശിക തലത്തിൽ തൊഴിലവസരങ്ങളും ഉയർന്നതായിട്ട് അവകാശവാദങ്ങളുണ്ട്. എന്നിരുന്നാലും നിക്ഷേപ പ്രഖ്യാപനങ്ങളും യഥാർത്ഥത്തിൽ നടപ്പിലാകുന്ന പദ്ധതികളും തമ്മിൽ വ്യത്യാസമുണ്ടെന്ന വിമർശനവും ഉയരുന്നുണ്ട്. ഒരു വശത്ത് തൊഴിലില്ലായ്മ, യുവാക്കളുടെ മറ്റ് സംസ്ഥാനങ്ങളിലേക്കുള്ള കുടിയേറ്റം, വലിയ സ്വകാര്യ നിക്ഷേപങ്ങളുടെ വേഗം എന്നിവ സംബന്ധിച്ച ചോദ്യങ്ങളും പൊതുചർച്ചയുടെ ഭാഗമാണ്. മുൻപ് അവിടെ മമതാ ബാനർജിയുടെ സർക്കാരായിരുന്നു, തൃണമൂൽ കോൺഗ്രസിന്റെ ഭരണമായിരുന്നു. അപ്പോഴാണ് അവർ എല്ലാവരും ഭായിമാരെല്ലാം കൂടെ കേരളത്തിലേക്ക് വന്ന് കേരളത്തിൽ ജോലി ചെയ്ത് അവരൊരു ലൈഫ് ഉണ്ടാക്കിയത്. എന്തായാലും ഇപ്പോൾ സുവേന്ദു അധികാരി അവിടെ മുഖ്യമന്ത്രിയായി അധികാരത്തിലേറിയതിനു ശേഷം പശ്ചിമ ബംഗാളിൻ്റെ അവസ്ഥ, സാഹചര്യം എല്ലാം മാറിയിരിക്കുകയാണ്. അതുകൊണ്ടാണല്ലോ ഇവിടുത്തെ ഭായിമാരെല്ലാം ഇപ്പോൾ കൂട്ടത്തോടെ അങ്ങോട്ടേക്ക് പോകാനായിട്ട് ട്രെയിൻ കയറാൻ പോകുന്നത്. വ്യവസായ വളർച്ചയെ വിലയിരുത്തുമ്പോൾ നിക്ഷേപ പ്രഖ്യാപനങ്ങൾ മാത്രമല്ല, യഥാർത്ഥത്തിൽ പ്രവർത്തനം ആരംഭിച്ച സ്ഥാപനങ്ങൾ, സൃഷ്ടിക്കപ്പെട്ട സ്ഥിരം തൊഴിലവസരങ്ങൾ, സാമ്പത്തിക വളർച്ചയ്ക്ക് ലഭിച്ച സംഭാവന എന്നിവയും ഒരുപോലെ പരിഗണിക്കേണ്ടതുണ്ട്. രാഷ്ട്രീയ വാദപ്രതിവാദങ്ങൾക്കപ്പുറം പശ്ചിമ ബംഗാളിന് ദീർഘകാല സാമ്പത്തിക പുരോഗതി, കൂടുതൽ നിക്ഷേപങ്ങൾ ആകർഷിക്കുന്നതിലും നിലവിലുള്ള വ്യവസായങ്ങൾക്ക് അനുകൂലമായ അന്തരീക്ഷം ഉറപ്പാക്കുന്നതിലും യുവാക്കൾക്ക് കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിലുമാണ് ആശ്രയിക്കുന്നത്. കേരളത്തിന്റെ സമ്പദ് വ്യവസ്ഥയിൽ അന്യസംസ്ഥാന തൊഴിലാളികൾ ഇന്ന് വെറും തൊഴിലാളികൾ മാത്രമല്ല, നിരവധി മേഖലകളുടെ നട്ടെല്ലാണ്. പശ്ചിമ ബംഗാളിൽ നിന്നുള്ള പ്രഖ്യാപനങ്ങൾ എത്രത്തോളം യാഥാർത്ഥ്യമാകുമെന്നത് വരും ദിവസങ്ങളിൽ വ്യക്തമാകും. എന്തായാലും സുവേന്ദു അധികാരി ആയതുകൊണ്ട് അതിൽ നമുക്ക് സംശയിക്കേണ്ട കാര്യമില്ല, അത് 100% അദ്ദേഹം നടപ്പാക്കിയിരിക്കും. എന്നാൽ കേരളം ഒരു കാര്യവും മറക്കരുത്, ഒരു സംസ്ഥാനത്തിന്റെ തൊഴിൽ വിപണി മറ്റൊരു സംസ്ഥാനത്തെ മാത്രം അമിതമായി ആശ്രയിക്കുന്ന സാഹചര്യം ദീർഘകാലാടിസ്ഥാനത്തിൽ സുരക്ഷിതമല്ല. അതുകൊണ്ട് തന്നെ തൊഴിലാളികളെ നിലനിർത്തുന്നതിനുള്ള മെച്ചപ്പെട്ട തൊഴിൽ സാഹചര്യങ്ങളും ക്ഷേമ പദ്ധതികളും രൂപപ്പെടുത്തുന്നതിനൊപ്പം പ്രാദേശിക തൊഴിലാളികളെ കൂടുതൽ തൊഴിൽ മേഖലയിലേക്ക് ആകർഷിക്കുന്ന നയങ്ങളും സർക്കാർ സ്വീകരിക്കേണ്ടത് അനിവാര്യമാണ്. ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ്? പശ്ചിമ ബംഗാളിൽ നിന്നുള്ള തൊഴിലാളികൾ വലിയ തോതിൽ മടങ്ങിയാൽ കേരളത്തിന്റെ സമ്പദ് വ്യവസ്ഥയ്ക്ക് വലിയ തിരിച്ചടി ഉണ്ടാകുമോ? അല്ലെങ്കിൽ കേരളം അതിനെ അതിജീവിക്കാൻ കഴിയുമോ? നിങ്ങളുടെ അഭിപ്രായം കമന്റിലൂടെ പങ്കുവയ്ക്കുക. ഇത്തരത്തിലുള്ള സമകാലിക രാഷ്ട്രീയ സാമ്പത്തിക വിശകലനങ്ങൾക്കായി നമ്മുടെ ഈ തത്തുമൈ ചാനൽ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്താൻ മറക്കരുത്. അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്. HIV അണുബാധ സന്തോഷപൂർണമായ ഒരു ജീവിതത്തിന് തടസ്സമല്ല. HIV അണുബാധയ്ക്ക് ഫലപ്രദമായ ചികിത്സ ഇന്ന് ലഭ്യമാണ്. ഇതിന് യഥാസമയം അണുബാധ കണ്ടെത്തുന്നതും കാലേക്കൂട്ടി ചികിത്സ നടത്തേണ്ടതും അത്യാവശ്യമാണ്. സൗജന്യമായ ചികിത്സയും മാർഗനിർദ്ദേശങ്ങളും സർക്കാർ ആശുപത്രികളിലെ ERT അഥവാ ഉഷസ് കേന്ദ്രങ്ങളിൽ ലഭ്യമാണ്. ആരോഗ്യ സംരക്ഷണം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്.